അങ്ങനെ മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് എല്ലാവരെയും കാണാൻ പോവാണ്. അതായത് നമ്മൾ ഇന്ന് പാട്രിയോട്ട് മൂവി കാണാൻ പോവാണ് ഗൈസ്. നമ്മൾ പോകുന്ന സംഗീത സവിത സ്റ്റുഡിയോയിലാണ്. മമ്മി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 9:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 9:30 ഷോന്. പക്ഷെ നമ്മൾ കറക്റ്റ് ടൈമിലെത്തി എന്നുള്ളതാണ്. തിയേറ്ററിനകത്ത് നല്ല രീതിക്ക് ക്രൗഡ് ഉണ്ടായിരുന്നു. എല്ലാ താരങ്ങളുടെയും ഫാൻസ് ഉണ്ടാവുമല്ലോ. ആ നിൽക്കുന്ന എൻ്റെ ബ്രോയാണ്. ബ്രോ ഓൾറെഡി നേരത്തെ വന്ന് അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ എത്തിയതേ ഉള്ളൂ. അങ്ങനെ ഒരു ഷോ കഴിഞ്ഞ് ഇറങ്ങിയ ആൾക്കാർക്ക് ഇറങ്ങാൻ പോലും പറ്റണമായിരുന്നു, അത്രയും തിരക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളും പയ്യെ പിച്ച വെച്ച് കയറി അകത്ത് ചെന്ന് സീറ്റെല്ലാം സെറ്റ് ചെയ്ത് കാത്തിരുന്ന പടം കുറച്ച് ആഡുകൾക്ക് ശേഷം വന്ന് അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് മമ്മൂട്ടിയുടെ ലുക്ക് കാണിച്ചപ്പോൾ തന്നെ തിയേറ്ററൊക്കെ ഒന്ന് ഇളകി. എൻട്രിയും നല്ല രസമായിരുന്നു കാണാൻ. 1.5 എൻട്രി ആയിരുന്നു. പടത്തിൻ്റെ റിവ്യൂയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ്. കാരണം ആ ഇൻ്റർവെല്ല് സമയം വരെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. ഒരു റെലവൻ്റ് ആയിട്ടുള്ളൊരു സോഷ്യൽ പ്രോബ്ലം നല്ല അടിപൊളിയായിട്ട് മമ്മൂട്ടി, ഫഹദ് ഒക്കെ കൂടി അങ്ങ് കൊണ്ടുപോയി നല്ല പീക്ക് ലെവലിൽ കൊണ്ടാണ് ഇൻ്റർവെല്ലിൽ എത്തിക്കണം. അതുകൊണ്ട് ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് ചിപ്സൊക്കെ കഴിച്ചിട്ട് എനിക്ക് ഇറങ്ങണില്ലായിരുന്നു. ഒന്ന് പടം തുടങ്ങിയാൽ മതിയെന്നായിരുന്നു. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഈ പേട്രിയാറ്റിൻ്റെ ഈ ഒരു സംഭവം എടുക്കാൻ വേണ്ടി ഞാൻ കുറേ നേരം ഫോൺ പിടിച്ചെടുത്തിട്ടാണ്, കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവർ ആ മൂവിയുടെ ടൈറ്റിൽ തന്നെ ആ പേര് തന്നെ കാണിച്ചത് കേട്ടോ. അതിലേക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക, പാട്ടിൽ ഇച്ചിരി ലാഗ് അടിച്ചോ എന്ന് എനിക്കൊരു ഡൗട്ട് വന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ മോഹൻലാലിൻ്റെ എൻട്രി ഒക്കെ വന്നിട്ട് നമ്മുടെ തിയേറ്ററൊക്കെ നല്ല രീതിക്കൊന്ന് കുലുങ്ങിയിട്ടാണ്. ഫഹദ് ഫാസിലിൻ്റെ ആ ഒരു ക്യാരക്ടർ, ഇതിനു മുമ്പ് ഫഹദ് ഫാസിൽ അഭിനയിച്ച ആ ഒരു തമിഴ് പടത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ ടച്ച് വന്നോ എന്ന് എനിക്ക് ചെറുതായിട്ടൊക്കെ ഒരു ഡൗട്ട് അനിച്ചിരുന്നത്. എന്നാലും പടം അടിപൊളിയാണ്. നമ്മുടെ മമ്മൂട്ടി മോഹൻലാലിൻ്റെ കോംബോയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ പടം കഴിഞ്ഞ് നമ്മൾ സക്സസ്ഫുള്ളി ഇറങ്ങി. മാതാജിയുടെ അഭിപ്രായം ഇതായിരുന്നു കേട്ടോ. പടം നല്ല ത്രില്ലിംഗ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് പൈസക്ക് വേർത്തായിട്ടുള്ള പടമാണ്. അധികം എക്സ്പെക്റ്റ് ചെയ്യാനും മാത്രം അങ്ങനെയൊന്നും ഇല്ലതാനും, എന്നാൽ അടിപൊളിയാണ് എന്ന് പറയാം. അങ്ങനെ നമ്മൾ പടം മസാജ് നമ്മൾ വീട്ടിൽ പോവാണ് ഗൈസ്. അപ്പോൾ ബൈ ബൈ ഗൈസ്.